എന്നിട്ട് എന്താ നീ ഇങ്ങോട്ട് വിളിക്കാത്തത്? എന്നിട്ട് വേണം രാജേശ്വരി അമ്മ കലിതുള്ളി ഇങ്ങോട്ട് വരാൻ. എന്നാലും നമ്മുടെ അച്ഛൻ എങ്ങനെയാമ്മേ ഇതുപോലൊരു സ്ത്രീയുടെ ചതി ചെന്ന് പെട്ടത്? പക്ഷെ എന്തോ ഭാഗ്യം, അനൂപിന് ആ സ്ത്രീയുടെ ഒരു സ്വഭാവവും കിട്ടിയിട്ടില്ല. അവന് പണ്ട് നമ്മളോട് തന്നെയായിരുന്നു സ്നേഹം. ഇവിടെ വരുമ്പോഴൊക്കെ ചേച്ചി ചേച്ചി എന്ന് പറഞ്ഞ് നിന്റെ പിന്നാലെ തന്നെ ആയിരുന്നു. വലുതായിട്ടും ആ സ്നേഹത്തിനൊന്നും ഒരു കുറവും വന്നിട്ടില്ലല്ലോ. അതൊന്നുമില്ല. പക്ഷേ അവനിപ്പോ നല്ല മിടുക്കനായമ്മേ, നല്ല സംസാരവും നല്ല പെരുമാറ്റവും. ഈ പക്വത വന്നു എന്നൊക്കെ പറയില്ലേ, ആ കുട്ടിത്തൊക്കെ അങ്ങ് പോയി. അതാ കറക്റ്റ് ആയിട്ടുള്ള വാക്ക്. അതങ്ങനെ വരൂ. അമ്മ വേറെയാണെങ്കിലും അവൻ നിങ്ങളുടെ ഇനം തന്നെയല്ലേ. അതിന്റെ ഗുണം അവൻ കാണിക്കാതിരിക്കില്ലല്ലോ. എന്തായാലും അവന്റെ വരവിൽ എന്തൊക്കെയോ ലക്ഷ്യങ്ങളുണ്ട്, എന്തൊക്കെയോ ഒരു ഒളിച്ചുകളി. അതെന്താണെന്ന് അവൻ തന്നെ പറയട്ടെ. ഞാൻ ഫോൺ നമ്പർ വാങ്ങിച്ചിട്ടുണ്ട്, നമുക്ക് വിളിക്കാം. ശ്യാമയാണല്ലോ. ഇനി അടുത്ത എന്ത് പ്രശ്നമാണാവോ? ശ്യാമയുടെ ഫോൺ വരുമ്പോ പേടിയാ. എന്തൊക്കെയാ അവൾ അവിടെ നിന്ന് പറയുന്നതെന്ന് അറിയില്ലല്ലോ. അമ്മ എന്തായാലും എടുക്ക്. ആ മോളെ, എന്താ വിളിച്ചത്? അമ്മേ അമ്മേ, ഞാൻ നേരത്തെ വിളിച്ചപ്പോ അച്ഛൻ വന്നു പറഞ്ഞില്ലേ? ആ രാഘവേട്ടൻ. അമ്മ, അച്ഛൻ എന്തോ ഓർമ്മ പെശക് സംഭവിച്ച പോലെയാ സംസാരിക്കുന്നെ. വീട്ടിൽ വന്ന് സത്യാമ്മ തിരക്കുന്നു, ചവറൊക്കെ വാരിക്കൂട്ടിട്ട് കത്തിക്കാൻ പറയുന്നു. പഴയ പോലെ സ്വന്തം വീടാണെന്ന് കരുതി ഓരോന്ന് ചെയ്യുവാ. ഇന്നിവിടെ ഇപ്പൊ മറ്റാരും ഇല്ലാത്തത് ഭാഗ്യം. ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യും അമ്മേ? ആ മോളെ, ഇവിടെ ശാലിനിയുണ്ട്, നീ അവളോട് കാര്യം പറ. വിഷ്ണുവിനെ വിളിച്ച് അവള് കാര്യങ്ങൾ പറയും, ഞാൻ കൊടുക്കാം. എന്താ? അത് രാഘവേട്ടൻ ശ്യാമയുടെ അവിടെ ഉണ്ട്, എന്തോ ഓർമ്മക്കുറവ് പോലെയൊക്കെ പറയുന്നുണ്ടെന്ന്. ശ്യാമേ, എന്താ എന്താ ഉണ്ടായത്? അച്ഛൻ എപ്പോ അവിടെ എത്തി? കുഞ്ഞിച്ചി കുഞ്ഞിച്ചി, അച്ഛൻ വല്ലാത്തൊരവസ്ഥയില ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ വന്നിരുന്ന സത്യാമ്മയൊക്കെ തിരക്കുക. സ്വന്തം വീടെന്നുള്ള രീതിയിലാണ് അച്ഛൻ ഓരോന്ന് പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നത്. ആ ഉപേന്ദ്രനോ സുസ്മിതയോ ഒക്കെ വന്ന വലിയ കുഴപ്പമാവും. അതുപോലെ രോഹിത്തും ഇവിടെ ഇല്ല. ഞാനാകെ പേടിച്ചിരിക്കുക. നീ ടെൻഷൻ അടിക്കാതെ അച്ഛൻ പുറത്തേക്കൊന്നും പോവാതെ നോക്കണം. ഞാൻ ഇപ്പൊ വരാം. ശരി കുഞ്ഞേച്ചി.